السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين، وبعد. باب الفتيا وهو واقف على الدابة وغيرها എന്നത് മുതലാണ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഇന്ന് ഓതാനുള്ളത്. കിതാബുൽ അൽമുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഫത്വ, ചോദിക്കൽ, പറയൽ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെ? ഇവിടെ ഫുത്തിയ എന്നാണ് ഉപയോഗിച്ചത്. ഫത്വ, ഫുത്തിയ ഒരേ അർത്ഥത്തിനാണ്. ഫുത്തിയ, ഫത്വ എന്ന് പറയുമ്പോൾ അവിടെ ഫാവിന് ഫത്ഹാണ്. ഫുത്തിയ എന്ന് പറയുമ്പോൾ ലമ്മാണ്. റുജഅ, ഇന്ന ഇലാ റബ്ബിക റുജഅ എന്ന് പറഞ്ഞല്ലോ, ഒരു വസനാണ് ഫുത്തിയ. റുജഅ, ഫുത്തിയ. قال الإمام البخاري رحمه الله: حدثنا إسماعيل قال حدثني مالك عن ابن شهاب عن عيسى بن طلحة بن عبيد الله عن عبد الله بن عمرو بن العاص رضي الله عنهما وعنهم جميعا أن رسول الله صلى الله عليه وسلم وقف في حجة الوداع بمنى للناس يسألونه، فجاءه رجل فقال: لم أشعر فحلقت قبل أن أذبح، فقال صلى الله عليه وسلم: اذهب ولا حرج، اذبح ولا حرج. فجاء آخر فقال: لم أشعر فنهرت قبل أن أرمي، فقال صلى الله عليه وسلم: ارمي ولا حرج. فما سئل النبي صلى الله عليه وسلم عن شيء قدم ولا أخر إلا قال: افعل ولا حرج. ഹജ്ജത്തുൽ വദാഇൽ മിനയിൽ പ്രവാചകർ നിൽക്കുന്ന സമയത്ത് പ്രവാചകരോട് പലരും ഒന്ന് ചോദിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരാൾ വന്നിട്ട് പറഞ്ഞത്: ലമഷൂർ ഫ ഹലഖ്തു ഖബല അൻ അദ്ബഹ, ഞാൻ ദബഹിൻ്റെ മുമ്പ് ഹൽക്ക് നടത്തി, അത് ശ്രദ്ധിച്ചില്ല, എനിക്കത് അറിയുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തോട് പ്രവാചകർ പറഞ്ഞത്: ഇദ്ബഹ് വല ഹറജ, ഇനി അറിവ് നടത്തിയാൽ മതി എന്നാണ്, പ്രശ്നമല്ല എന്ന്, വല ഹറജ. മറ്റൊരാൾ ഒന്ന് പറയുന്നത്: ലമഷൂർ ഫ നഹർതു ഖബല അൻ അർമിയ, റമ്യുൽ ജംറിൻ്റെ മുമ്പ് നെഹർ നടത്തി, ഞാൻ അറിവാണ് ദബഹാണ് നടത്തിയത്. അപ്പോഴും പ്രവാചകർ പറയുന്നത്: റമ്യ വല ഹറജ, ഇനി റമ്യ നടത്തിയാൽ മതി, പ്രശ്നമല്ല, വല ഹറജ. ല ഹറജ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തർത്തീബ് തെറ്റിച്ചതിൽ കുറ്റമില്ല, ഇനി അതിനെ തുടർന്ന് എനിക്ക് ഫിദിയ വരുന്നുമില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ ഇർമി വല ഹറജ എന്ന് പറഞ്ഞത്. കുറ്റമല്ല, ഫിദിയ ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് ഇർമി വല ഹറജ, ഇസ്ബഹ് വല ഹറജ, ആ തർത്തീബ് തെറ്റിച്ചത് കൊണ്ട് ഫിദിയ കൊടുക്കേണ്ടതില്ല, അതിൻ്റെ പേരിൽ ഇബാദത്തിൻ്റെ പ്രശ്നമില്ല എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ മദ്ഹബ്. ഫമാ സുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖുദ്ദിമ വല ഉഖിറ ഇല്ലാ ഖാല ഇഫ്അൽ വല ഹറജ. യൗമുൻ നഹറിൽ വരുന്ന 4 കാര്യങ്ങൾ: ഒന്ന് റമ്യ ജംറത്തുൽ അഖബ, മറ്റൊന്ന് ദബഹ്, പിന്നെ ഹൽക്ക്, പിന്നെ തവാഫുൽ ഇഫാദ. ഈ 4 കാര്യം ഈ ഓർഡറിലാണ് നടക്കേണ്ടത്. അത് സുന്നത്താണ് അങ്ങനെ നടക്കുക എന്നുള്ളത്. ആ സുന്നത്ത് ഒഴിവായി ഓർഡർ തെറ്റിയാൽ പ്രശ്നമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഫമാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖുദ്ദിമ ഔ ഉഖിറ എന്നൊക്കെ പറഞ്ഞത് ഈ 4 കാര്യങ്ങളിൽ നിന്ന് തഖദീമ തഅഖീർ സംഭവിച്ചാൽ, ഈ 4 കാര്യങ്ങളുടെ ഇടയിൽ തഅഖീർ തഖദീം എല്ലാം സംഭവിച്ചാൽ അത് പ്രശ്നമല്ല എന്നാണ്. ആ ചോദ്യത്തിനൊക്കെ റസൂല് ഇഫ്അൽ വല ഹറജ എന്ന് പറഞ്ഞു എന്നാണ്. ഇവിടെ കൊണ്ടുവന്ന ഹദീസിൽ റസൂൽ ഒട്ടകപ്പുറത്തായിരുന്നു, വാഹനപ്പുറത്തായിരുന്നു എന്നൊന്നും ഇവിടെ കാണില്ല. പക്ഷേ മറ്റു തരീഖുകളിലേക്ക് ഒരു സൂചനയായിട്ടാണ് തർജുമയിൽ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അത് കൊണ്ടുവന്നത്. കാന അലാ നാഖതിഹി, ആ സമയത്ത് പ്രവാചകർ ഒട്ടകപ്പുറത്തായിരുന്നു എന്ന് മറ്റ് റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വേറെ തരീഖുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. വഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നാഖതിഹി എന്നും കാണാം. റഅയ്തു റസൂലല്ലാഹ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് എന്നവർ തന്നെ പറയുന്നത്: റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫൻ അലാ റാഹിലതിഹി ബിമിന ഫഅതാഹു റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും റിവായത്തുണ്ട്. അതുകൊണ്ടാണ് ബാബിൻ്റെ ടൈറ്റിൽ അൽ ഫുതിയ വഹു വാഖിഫുൻ അല ദാബ വഗൈരിഹ എന്ന് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന സനദിൽ, ഈ സനദ് പ്രകാരം ഹദീസ് പറയുമ്പോൾ ദാബത്തിന്മേലാണ് പ്രവാചകർ എന്ന് ഇതിൽ വരുന്നില്ല. പക്ഷേ ഈ സെയിം ഹദീസിൽ തന്നെ, ഇതേ ഹദീസിൽ തന്നെ ഇതിൻ്റെ മറ്റ് റിവായത്തുകളിൽ, ഇതിൻ്റെ മറ്റ് തരീഖുകളിൽ അങ്ങനെ വരുന്നുണ്ട്.
അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ല ബാബുൽ ഫുത്തിയ വാഖിഫുൻ അല ദാബ വഗൈരിഹ എന്ന് ടൈറ്റിലിട്ടു. എന്നിട്ട് ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ല കൊണ്ടുവന്നു. അടുത്തത് ബാബു മൻ അജാബൽ ഫുത്തിയ ബി ഇഷാറത്തിൽ യദി വറഅസ്. അപ്പോൾ അങ്ങനെ മറുപടി പറയാൻ പറ്റും, അങ്ങനെ പറഞ്ഞത് സംബന്ധിച്ചുള്ള ഹദീസ് കൊണ്ടുവരുന്ന ബാബ്. ഫത്വ ചോദിക്കുമ്പോൾ കൈ കൊണ്ടുള്ള ഇഷാറത്ത്, തല കൊണ്ടുള്ള ഇഷാറത്ത്, അങ്ങനെ ഉത്തരം പറയുക. അത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തല കൊണ്ട് പറ്റുമെന്ന് ആട്ടുക. ഉദാഹരണം ബാബു മൻ അജാബൽ ഫുത്തിയ ബി ഇഷാറത്തിൽ യദി വറഅസ്. حدثنا موسى بن إسماعيل قال حدثنا وهيب قال حدثنا أيوب عن كريمة عن ابن عباس رضي الله عنهما وعنهم جميعا أن النبي صلى الله عليه وسلم سئل في حجته فقال ذبحت قبل أن أرمي فأومأ بيده قال ولا حرج قال حلقت قبل أن أذبح فأومأ بيده ولا حرج. നേരത്തെ അതേ ഹദീസ് തന്നെയാണ്. അതിൻ്റെ സനദിൽ വ്യത്യാസമുണ്ട്, ഹദീസിൻ്റെ ലഫ്ദിലും ചില വ്യത്യാസങ്ങൾ കാണുന്നു. രണ്ട് ഹദീസും കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ പ്രവാചകൻ പറയുക എന്നുള്ളത് ഇഷാറത്ത് കൊണ്ടാണ് നടന്നിട്ടുള്ളത് എന്നാണ്. കാരണം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടെ ടൈറ്റിൽ കൊണ്ടുവന്നത് തന്നെ മൻ അജാബൽ ഫുത്തിയ ബി ഇഷാറത്തിൽ യദി വറഅസ് എന്നാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രവാചകർ അപ്പോൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വാക്കായിട്ടല്ലായിരുന്നു, ഇഷാറത്ത് കൊണ്ടായിരുന്നു നൽകിയത്. ഇഷാറത്ത് കൊണ്ട് പറഞ്ഞാലും പറഞ്ഞു എന്ന് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഫഖാല ബി യദിഹി ഹാക്കഥ എന്ന് ഹദീസിൽ ചില സ്ഥലത്ത് അങ്ങനെ കാണാം. ഖാല ബി യദിഹി ഹാക്കഥ, ഇഷാറത്താക്കി എന്നതിന് ഖാല എന്ന് ഉപയോഗിച്ചത്. നേരത്തെ ഹദീസിൽ ഒരാൾ ചോദിച്ചത് ഹലഖ്തു ഖബല അൻ അസ്ബഹ എന്നാണ്, മറ്റൊരാളാണ് ചോദിച്ചത് നഹർതു ഖബല അൻ അർമിയ എന്ന്. അപ്പോൾ അത് വ്യത്യസ്ത ആളുകളുടെ ചോദ്യങ്ങളാവാനാണ് സാധ്യത. രണ്ട് ഹദീസും കൂടി വെക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് ഷുറാഹ് ഒക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ആളുകളുടെ പേരുകൾ പറയപ്പെട്ടിട്ടില്ല, ആരാണ് ഓരോ ചോദ്യം ചോദിച്ചത് എന്നുള്ളത്. കാരണം ധാരാളം ആളുകൾ പങ്കെടുത്ത ഹജ്ജത്തുൽ വദാ ആണല്ലോ. നമ്മുടെ ബാബിൻ്റെ ടൈറ്റിൽ ബാബു മൻ അജാബൽ ഫുത്തിയ ബി ഇഷാറത്തിൽ യദ് വറഅസ് എന്നാണ്. ഇവിടെ ഇഷാറത്തുൽ യദാണ് വന്നിട്ടുള്ളത്. ഹദ്ദസന അൽ മക്കി ബിൻ ഇബ്രാഹിം ഖാല അഖ്ബറനാ ഹംദലത ബിൻ അബി സുഫിയാൻ അൻ സാലിം قال سمعت أبا هريرة رضي الله عنه وعنهم جميعا عن النبي صلى الله عليه وسلم قال يقبض العلم ويظهر الجهل والفتن ويكثر الهرج قيل يا رسول الله وما الهرج فقال هكذا بيده فحرفها كأنه يريد القتل. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഇവിടെ പറയുന്നത്. യുഖ്ബദുൽ ഇൽമ വയദ്ഹറുൽ ജഹ്ലു വൽ ഫിതൻ. അപ്പോൾ ഇൽമ് ഖബ്ള് ചെയ്യപ്പെടുക, അങ്ങനെ ആകുമ്പോൾ അത് കുറയും, ആളുകൾ കുറയും, ഇൽമുള്ള ആളുകൾ കുറയും. വയദ്ഹറുൽ ജഹൽ, ജഹൽ ഇങ്ങനെ എല്ലായിടത്തും ജഹൽ പ്രകടമായിക്കൊണ്ടിരിക്കും, വിവരമില്ലായ്മ, അറിവ് ഇല്ലായ്മ. വൽ ഫിതൻ, ഫിതനുകളും. വയക്സുറുൽ ഹർജ്, ഹർജ് അധികരിക്കുക. ഹർജ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആവുക, ഫിത്തന ഉണ്ടാവുക, ഷർറ് ഉണ്ടാവുക എന്നൊക്കെ തന്നെയാണ്. ആ ഷർറിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ കൊലപാതകങ്ങൾ എന്നുള്ളത്. അപ്പോൾ സ്വഹബത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ ഹർജ്, എന്താണ് ഹർജ് കൂടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹർജ് എന്താണ് എന്ന്. ഫഖാല ഹാക്കദ ബിയദിഹി, ഇപ്പോൾ പ്രവാചകർ ഇവിടെ കൈകൊണ്ട് ഇഷാർത്ത് കാണിച്ചതിനാണ് ഖാല എന്ന് ഉപയോഗിച്ചത്. ഖാല ഫഖാല ഹാക്കദ ബിയദിഹി, കൈകൊണ്ട് ഇങ്ങനെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്നതിന് ഫഖാല എന്ന് റാവി പറഞ്ഞു. ഫഹറഫഹ, റസൂല കൈയൊന്ന് അങ്ങനെ ചരിച്ചു. കഅന്നഹു യുരീദുൽ ഖത്ല, ഖത്ലാണ് ഈ ഹർജ് കൊണ്ട് ഉദ്ദേശം എന്നതുപോലെ. കഅന്നഹു യുരീദുൽ ഖത്ല, പ്രവാചകർ ഖത്ലിനെ ഉദ്ദേശിക്കുന്ന പോലെ കയ്യെ തഹരീഫ് ചെയ്തു എന്ന്. ഇവിടെ പ്രവാചകരോട് ചോദിച്ച ചോദ്യത്തിന്, വമൽ ഹർജു എന്ന ചോദ്യത്തിന് മറുപടി വാക്കാൽ അല്ല ഇഷാറത്ത് കൊണ്ടാണ് നൽകിയത്. ഇവിടെയും ഇഷാറത്തുൽ യദാണ് വന്നിട്ടുള്ളത്, ഇഷാറത്തുർ റഅസ് വന്നിട്ടില്ല. حدثنا موسى بن إسماعيل قال حدثنا وهيب قال حدثنا هشام عن فاطمة عن أسماء قالت أتيت عائشة رضي الله عنها وعنهم جميعا أتيت عائشة وهي تصلي فقلت ما شأن الناس. ഇവിടെ നമ്മൾ സനദിൽ കാണുന്നത് ഹിഷാം എന്നവരുടെ ഭാര്യയാണ് ഫാത്തിമ എന്നവർ. ഭാര്യയിൽ നിന്നാണ് ഭർത്താവ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഭാര്യ ഭർത്താവിൻ്റെ അധ്യാപികയായിട്ടാണ്, ഉസ്താദത്തായിട്ടാണ്, ഷെയ്ഖത്തായിട്ടാണ് ഇവിടെ ഫാത്തിമ, തൻ്റെ ഭാര്യയായ ഫാത്തിമ വരുന്നത്. ഹിഷാം എന്നവരുടെ
ഭർത്താവിൻ്റെ ഷെയ്ഖത്ത് ആയിട്ട്. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുക, ഭർത്താവിൻ്റെ ഉസ്താദത്തായിട്ട് ഭാര്യ വരിക. ഇവിടെ വന്ന അസ്മാ എന്നവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയാണ്. സിദ്ദീഖ് എന്നവരുടെ മകൾ, സുബൈർ ഇബ്നുൽ അവ്വാം എന്നവരുടെ ഭാര്യ. അസ്മാ എന്നവർ ഹിഷാം എന്നവരുടെയും ഫാത്തിമ എന്നവരുടെയും വല്യമ്മയാണ്. ഹിഷാം എന്നവരുടെ വാപ്പയും ഫാത്തിമ എന്നവരുടെ വാപ്പയും സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളാണ്. ഭർത്താവ് ഹിഷാമിന് ഉർവത്ത് ബിൻ സുബൈറാണ്. ഭാര്യ ഫാത്തിമ ബിൻതുൽ മുൻദിർ ബിൻ സുബൈറാണ്. അസ്മാ എന്നവർ തൻ്റെ സഹോദരി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് ചെന്ന സമയം വഹിയ തുസല്ലി, അതൈതു ആയിഷത്തെ വഹിയ തുസല്ലി, നിസ്കരിക്കുമ്പോഴാണ് ആയിഷ ബീൻ്റെ അടുത്തേക്ക് അസ്മാ എന്നവർ ചെല്ലണത്. ഫഖുൽതു മാ ശഅനുന്നാസ്, എന്താ ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ആൾക്കാരൊക്കെ വേറൊന്നൊരവസ്ഥയിലാണെന്ന് മനസ്സിലായപ്പോൾ ഫഅശാറത്ത് ഇല സമാ, അപ്പോൾ ആയിഷ ബീവി ആകാശത്തിൽ ആ ഭാഗത്തേക്ക് ഇഷാറത്ത് കാണിച്ചു എന്ന്, സമാഇൻ്റെ ഭാഗത്തേക്ക്. ഫൈദന്നാസു ഖിയാമുൻ, നോക്കുമ്പോൾ ആളുകളൊക്കെ നിന്ന് നിസ്കരിക്കുകയാണ്. ഫഖാലത്ത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു അസ്മാ എന്നവർ. ഖുൽതു, ഈ പറഞ്ഞതുപോലെയല്ല, തെറ്റിയിട്ടുണ്ട്. ഫഅശാറത്ത് ഇല സമാഇ ഫഖാലത്ത് സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിയാണ് അഷാറത്ത് ഇല സമാ ഫഖാലത്ത് സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിയാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ആകാശത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇഷാറത്ത് നൽകിയത്. ഖുൽതു ആയ, അസ്മാ എന്നവർ പറയാ, ഖുൽതു ആയ, ഞാൻ പറഞ്ഞു ആയത്തുൻ. അസ്മാ എന്നവർ പറഞ്ഞു അഥവാ ചോദിച്ചു, ആയത്തുൻ, ഇത് ആയത്തുൻ മിൻ ആയാത്തില്ലയാണോ? ഫഅശാറത്ത് ബിറസിഹ, ആയിഷ ബീവി തല കൊണ്ട് അങ്ങേ കാണിച്ച് മറുപടി പറഞ്ഞു ഐ നഅം എന്ന്. ഇവിടെ ഇഷാറത്ത് റേസ് കൊണ്ടാണ് വന്നത്, അതാണ് ടൈറ്റിലിൽ അങ്ങനെ റേസ് കൊണ്ടും എന്നുള്ളത് വന്നത്. ഫഖുംതു ഹത്താ തജല്ലാനി അൽ ഓഷ്യോ ഹത്താ അലാനി അൽ ഓഷ്യോ, ഒരു ബോധക്ഷയം പോലത്തെ എന്തോ അസ്വസ്ഥത തോന്നിയെന്നർത്ഥത്തിന്. തജല്ലാനി അൽ ഓഷ്യോ ഹത്താ അലാനി അൽ ഓഷ്യോ, അല്ലെങ്കിൽ ഓഷിയോ, രണ്ടുണ്ട്. ഫജഅൽതു അസുബ്ബു അലാ റഅസി അൽ മാ, ഞാൻ കുറച്ച് വെള്ളം തലയ്ക്ക് പാർന്നു. ഫഹമിദല്ലാഹു അസ്സ വജല്ല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് നിസ്കാരം കഴിഞ്ഞു ഖുതുബക്ക് വേണ്ടി എണീച്ചു, ഖുതുബ തുടങ്ങി. ഫഹമിദല്ലാഹു അസ്സ വജല്ല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ന അലൈഹി സുമ്മ ഖാൽ മാ മിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു ഇല്ലാ റഅയ്തുഹു ഫീ മഖാമി. മുമ്പ് അറിയാത്ത പലതും എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ഞാൻ അറിഞ്ഞു. മുമ്പ് എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. മാ മിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു ഇല്ലാ റഅയ്തുഹു ഫീ മഖാമി ഹത്തൽ ജന്ന വന്നാർ ഹത്തൽ ജന്നത വന്നാർ ഹത്തൽ ജന്നതു വന്നാർ ഹത്തൽ ജന്നതി വന്നാർ. മൂന്ന് ഇറാബുകളും അവിടെ പറ്റുമെന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ശറഹിൽ പറയുന്നുണ്ട്. ഹത്തൽ ജന്നത വന്നാർ ഫഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫീ ഖുബൂരികും മിസ്ല ഔ ഖരീബ ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാ. അസ്മാ എന്നിവർ ഉപയോഗിച്ച പദം ഏതാണ് എന്നുള്ളത് പിന്നീട് റാബിക്ക് സംശയം വന്നതാണ്. അസ്മാ എന്നവരിൽ നിന്ന് ഫാത്തിമ എന്നവരും അവരിൽ നിന്ന് ഹിഷാം എന്നവരുമാണല്ലോ. ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാ, മിസ്ല എന്നാണോ ഖരീബ് എന്നാണോ ഉപയോഗിച്ചത് എന്ന് ഓർമ്മല്ല. മിസ്ല ഫിത്നത്തി ദജ്ജാൽ അല്ലെങ്കിൽ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ഇതാണ് അവിടെ സംശയമുള്ളത്. മിസ്ല ഫിത്നത്തി ദജ്ജാൽ എന്നാണോ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ എന്നാണോ? അപ്പോൾ അവിടെ ഹദഫുകൾ ഉണ്ട്. മിസ്ല ഫിത്നത്തി ദജ്ജാൽ, ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മിസ്ല ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ഖരീബൻ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അപ്പോൾ അതിന് തുല്യമാകുന്ന ഒരു ഫിത്ന ഖബറിലുണ്ട്. യുഖാലു മാ ഇൽമുക ബിഹാദർ റജുൽ തുഫ്തനൂന ഫീ ഖുബൂരിക്കും എന്നാണല്ലോ പറഞ്ഞത്. യുഖാലു മാ ഇൽമുക ബിഹാദർ റജുൽ, പ്രവാചകരെ സംബന്ധിച്ച് ചോദിക്കും. മാ ഇൽമുക ബിഹാദർ റജുൽ, എന്താ, ഓരോരുത്തരോടും ചോദിക്കും നിൻ്റെ വിവരം എന്താണ് ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച്, ഈ വ്യക്തിയെ സംബന്ധിച്ച്. ഫഅമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു ലാ അദ്രി ബിഅയ്യിഹിമാ ഖാലത്ത് അസ്മാ,
അസ്മാ എന്നൊരു ഉപയോഗിച്ചത് മുഅ്മിൻ എന്നുള്ള പദമാണോ മൂഖിൻ എന്ന പദമാണോ എന്നുള്ളതിൽ റാവിക്ക് സംശയം വന്നതാണ്. എന്തായാലും ഫഅമ്മൽ മുഅ്മിനു അല്ലെങ്കിൽ ഫഅമ്മൽ മൂഖിനു ഫയഖൂൽ ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫഅജബ്നാ വത്തബഅനാ, ഞങ്ങൾ ഇജാബത്ത് നൽകി, ഞങ്ങൾ പിൻപറ്റി. ഹുവ മുഹമ്മദുൻ എന്ന് അങ്ങനെ സലാസൻ 3 വട്ടം അവൻ പറയുമെന്ന്. 3-ാമത്തെ വട്ടം ഹുവ റസൂലുള്ളാഹ് എന്നാണ് എന്ന് തുൽഖാരീൻ്റെ അവിടെ കാണാം. ഫയുഖാലു നം സ്വാലിഹ, അപ്പം അദ്ദേഹത്തോട് മുഅ്മിനോട് മൂഖിനോട് ഇങ്ങനെ പറയപ്പെടും, നം സ്വാലിഹ ഖദ് അലിംന ഇൻ കുൻത ലമുഖിനൻ ബിഹി, നിനക്ക് ഈ കാര്യമൊക്കെ നന്നായിട്ട് യഖീനുണ്ടായിരുന്നു, നീ അത് ഉറപ്പിച്ച് വിശ്വസിച്ച ആളാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന്. വഅമ്മൽ മുനാഫിഖു അവിൽ മുർതാബു ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ ഉപയോഗിച്ച പദം പറഞ്ഞ പദം മുനാഫിഖ് എന്നാണോ മുർതാബ് എന്നാണോ പിന്നീട് റാവിക്ക് സംശയം വന്നു. വഅമ്മൽ മുനാഫിഖു അല്ലെങ്കിൽ വഅമ്മൽ മുർതാബു ഫയഖൂലു ലാ അദ്രി സമഅതു അന്നാസ യഖൂലൂന ഷൈഅ, അദ്ദേഹം പറയാ യാ അദ്രി എനിക്കറിയില്ല, സമഅതു അന്നാസ യഖൂലൂന ഷൈഅൻ ഫഖുൽതുഹു, ആൾക്കാർ എന്ന് പറഞ്ഞു കേട്ടു അപ്പം ഞാനും പറഞ്ഞു എന്ന്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാബുമായിട്ടുള്ള ബന്ധം ഫഅശാറത്ത് ബിറസിഹ എന്നുള്ള ആയിഷ ബീവിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗമാണ്. ബാബു തഹ്രീദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫ്ദ അബ്ദുൽ ഖൈസ് അലാ അൻ യഹ്ഫദുൽ ഈമാന വൽ ഇൽമ വയഖ്ബിറു മൻ വറാഅഹും. വഖാല മാലിക് ഇബ്നുൽ ഹുവൈരിസ് قال لنا النبي صلى الله عليه وسلم ارجعوا إلى أهليكم فعلموهم. ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ച മാലിക് ഇബ്നുൽ ഹുവൈരിസ് എന്നവരുടെ ഈ ഹദീസ് അത് ബുഖാരിയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്നിലധികം സ്ഥലത്ത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് താലീഖാക്കി പറഞ്ഞു, അതിൻ്റെ സനദൊന്നും പറഞ്ഞിട്ടില്ല. അത് വന്ന ഒരു സ്ഥലം ഇങ്ങനെയാണ്, നബി സുലൈമാന മാലിക് ഇബ്നുൽ ഹുവൈരിസ് ഖാലാത്തൈന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ശബബ, ചെറുപ്പക്കാർ 6 അംഗമാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. ശബബ വനഹ്നു ശബബത്തുൻ മുതഖാരിബുൻ ഫഖംന ഇൻദഹു 20 ലൈല, അവിടെ 20 രാത്രി പ്രവാചകരുടെ അടുത്ത് താമസിച്ചു. ഫളന്ന അന്ന ഇസ്തഖന ഇല അഹ്ലിന, വീട്ടിലേക്ക് അടുത്തേക്ക് പോകാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യം വന്നിട്ടുണ്ടെന്ന് പ്രവാചകർ മനസ്സിലാക്കി. വസഅലന അമ്മൻ തറക്ന ഫി അഹ്ലിന, ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്ന് ചോദിച്ചറിഞ്ഞു. ഫഅഖ്ബർനാഹു വക്കാന റഫീഖൻ റഹീമ, പ്രവാചകർ റഫീഖും റഹീമായിരുന്നു. ഫഖാല ഇർജിഉ ഇല അഹ്ലിക്കും, 20 ദിവസമാണെന്നല്ലോ പ്രവാചകർ പറഞ്ഞു, ഇർജിഉ ഇല അഹ്ലിക്കും ഫഅല്ലിമൂഹും വമുറൂഹും വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വഇദാ ഹദറത്തി സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും സുമ്മ ലിയഉമ്മക്കും അക്ബറുക്കും എന്ന് ബുഖാരിയിൽ വന്ന ഒരു സ്ഥലത്ത് വന്നതാണ് ഞാൻ വായിച്ചത്. ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് താലീഖായിട്ടാണ് മാലിക് ഇബ്നുൽ ഹുവൈരിസ് എന്നവരുടെ ഹദീസിൻ്റെ ഭാഗം കൊണ്ടുവന്നത്. حدثنا محمد بن بشار قال حدثنا عمر قال حدثنا شعبة عن أبي جمرة قال كنت ترجم بين ابن عباس وبين الناس. ഈ സംഭവം നമുക്ക് കഴിഞ്ഞതാണ്. فقال ابن عباس رضي الله عنهما إن وفد عبد القيس أتوا النبي صلى الله عليه وسلم فقال صلى الله عليه وسلم من الوفد أو من القوم قالوا ربيعته فقال مرحبا بالقوم അല്ലെങ്കിൽ മർഹബൻ ഔ ബിൽ വഫ്ത്, മർഹബൻ ബിൽ വഫ്ത് നേരത്തെ കഴിഞ്ഞതാണ്. ഗൈറ ഖസായ വല നദമ. ഖാലു ഇന്നാ നഅതീക മിൻ ശുഖത്തിൻ ബഈദ എന്ന് പറഞ്ഞാൽ മിൻ സഫരിൻ ബഈദ് എന്നർത്ഥം. ഇന്നാ നഅതീക മിൻ ശുഖത്തിൻ ബഈദ വബൈനനാ വബൈനക ഹാദൽ ഹയ്യ മിൻ കുഫാരി മുദർ വലാ നസ്തതിഉ അൻ നഅതിയക ഇല്ലാ ഫീ ശഹ്രിൻ ഹറാം ഫമുർനാ ബിഅർബഇൻ നുഖ്ബിർ ബിഹി മൻ വറാഅനാ ندخل به الجنة فأمرهم ب4 ونهاهم عن 4. أمرهم بالإيمان بالله عز وجل وحده. قال هل تدرون ما الإيمان بالله وحده؟ قالوا الله ورسوله أعلم. قال صلى الله عليه وسلم شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وتعطوا الخمس من المغنم. അത് കൊടുക്കാനും ഹനീമത്ത് നഞ്ചിലെന്ന് കൊടുക്കാനും പ്രവാചകർ കൽപ്പിച്ചു പറഞ്ഞു. വനഹാഹും അനി ദുബായി വൽ ഹന്തമി വൽ മുസഫത്ത്. ഖാല ശുഅബത്തു റുബ്ബമ ഖാല നഖീർ വറുബ്ബമ ഖാല അൽ മുഖയ്യർ.
ഖാല ഇഹ്ഫളൂഹു വഅഖ്ബിറൂഹു മൻ വറാഅക്കും എന്ന് ആ സംഘത്തോടും പ്രവാചകർ പറഞ്ഞു. ഇഹ്ഫളൂഹു വഅഖ്ബിറൂഹു മൻ വറാഅക്കും. ഇൽമ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സന്നിഹിതരായ ആളുകൾ, വരാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ കൈമാറുക എന്നതൊക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ബാബിന് അങ്ങനെ ടൈറ്റിൽ ടി ഹദീസോടെ കൊണ്ടുവന്നത്. തഹ്രീറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫദ് അബ്ദുൽ ഖൈസ് അലാ അൻ യഹ്ഫദുൽ ഈമാന വൽ ഇൽമ വയഖ്ബിറു മൻ വറാഅഹും. ബാബു രഹലത്തി ഫിൽ മസ്അലത്തി നാസില വതഅലീമി അഹ്ലിഹി. ഒരു പ്രത്യേക വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി മാത്രം യാത്ര പോകുക എന്നുള്ളത്. നേരത്തെ നമുക്ക് ബാബുൽ ഖുറൂജ് ഫി തലബിൽ ഇൽമ എന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ടൈറ്റിൽ അറിയിക്കുന്ന പോലെ ആണ്, അൽ ഖുറൂജ് ഫി തലബിൽ ഇൽമ. ഇവിടെ വന്നത് പ്രത്യേക വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പഠിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി യാത്ര പോകുക. അപ്പോൾ അത് ഖാസായ കാര്യമാണ്. ഇവിടെ ബാബലി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്ന ഹദീസും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് വ്യക്തിപരമായ കാര്യം, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ അത് പഠിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും വേണ്ടി അയാൾ പോകുക എന്നുള്ളതാണ്. മറ്റൊന്ന് മൊത്തത്തിൽ ആണ്, ആമായിട്ടാണ് പറയുന്നത് അവിടെ ബാബുൽ ഖുറൂജ് ഫി തലബിൽ ഇൽമ എന്നുള്ളിടത്ത്. حدثنا محمد بن مقاتل أبو الحسن قال أخبرنا عبد الله قال أخبرنا عمر بن سعيد بن أبي حسين قال حدثني عبد الله بن أبي مليكة عن عقبة بن الحارث رضي الله عنه وعنهم جميعا أنه تزوج ابنة لأبي إيهاب. അബൂ ഇഹാബ് എന്നവരുടെ മകളെ വിവാഹം കഴിക്കുകയാണ് ഉഖ്ബത്ത് ബിൻ അൽ ഹാരിസ്. ഈ മകളുടെ പേര് വനിയത്ത് എന്നാണെന്ന് കാണുന്നുണ്ട്. ഉമ്മു യഹ്യ എന്നായിരുന്നു അവർ അവരറിയപ്പെടുന്നത്, ഉമ്മു യഹ്യ എന്നുള്ള കുഞ്ഞത്തിൽ. عن عقبة بن الحارث رضي الله عنه أنه تزوج بنة لأبي إيهاب بن عزيز فأتته امرأة فقالت إني قد أرضعت عقبة والتي تزوج. ഉഖബത്തിൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള അവർ തമ്മിൽ വിവാഹിതരായിട്ടുണ്ട്. ആ ഭാര്യയ്ക്കും രണ്ടാൾക്കും ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ മുലകുടി ബന്ധത്തിലെ സഹോദര സഹോദരിമാരാണ് എന്നാണ് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്. ഞാൻ മുല കൊടുത്തിട്ടുണ്ടാക്കും, ഞാൻ രണ്ടാളുടെയും മുലകുടി ബന്ധത്തിൽ മുർലിയാത്താണ്, മുലകുടി ബന്ധത്തിലുള്ള മാതാവാണ്. ഫഖാലത്ത് ഇന്നി ഖദ് അർളഅതു ഉഖബത വല്ലതി തസവ്വജ ഫഖാല ലഹാ ഉഖബ മാ അലമ അന്നക അർളഅതിനി, എനിക്ക് മുല തന്നതായിട്ട് ഞാൻ അറിയില്ലല്ലോ. വല അഖ്ബർതിനി ആ വിഷയം എന്നെ മുമ്പ് അറിയിച്ചിട്ടില്ലല്ലോ. ഫറക്കിബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി, ഈ വിഷയം ഒന്ന് തീരുമാനമാക്കാൻ വേണ്ടി പ്രവാചകരുടെ അടുത്തേക്ക് പോയി. ഫറക്കിബ എന്ന് പറയുമ്പോൾ മിൻ മക്കത്ത എന്നാണ്, അവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്, മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകണം. ഫസഅലഹു, അങ്ങനെ പ്രവാചകരോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ വഖദ് ഖീൽ, പറയപ്പെട്ടല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഭാര്യ ഭർത്താക്കളായി തുടരുക. ഫഫാറഖഹാ ഉഖബതു വനകഹത സൗജൻ ഗൈറഹ, ആ ഭാര്യനെ മുഫാറഖത്ത് ചെയ്തു, വേറൊരു ഭാര്യയുമായി വിവാഹിതനായി. സൂക്ഷ്മതയുടെ വഴിയാണ് ഇവിടെ പ്രവാചകർ പറഞ്ഞു കൊടുത്തത്. പിന്നെ ആ കാര്യം വഹിയുണ്ടോ മറ്റൊന്നും ഉറപ്പിക്കാൻ പ്രവാചകർ അവിടെ വന്നിട്ടില്ല. കാരണം ഇത് പിന്നീടും വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രവാചകർ സ്വീകരിച്ചത്. പ്രവാചകർ അവിടെ അഹ്വത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു, അഹ്വത്തായ കാര്യം ചെയ്യാൻ വേണ്ടി പ്രവാചകർ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് മുഫാറഖത്ത് നടന്നതും വേറെ വിവാഹം ഉണ്ടായതും. ഇവിടെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അത് പഠിക്കാൻ വേണ്ടി മാത്രം, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്നുള്ളതാണ് വിഷയം. ഈ ഹദീസ് കൊണ്ടുവന്നപ്പോഴാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ബാബിന് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തത്. അപ്പോൾ ഇതൊരു ഖാസായ വിഷയത്തിൽ, അപ്പോൾ ഖാസായ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ അന്വേഷിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയൊക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ പോയ ചരിത്രമാണ് നമ്മുടേത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബാബിൻ്റെ ടൈറ്റിലും ആ രീതിയിലുള്ളൊരു ഹദീസുമാണ് ഇവിടെ വന്നത്. ബാബു തനാവുബി ഫിൽ ഇൽമി, നൗബത്തായിട്ട് പോവുക, ഒരു ദിവസം ഒരാൾ പോവുക, മറ്റൊരു ദിവസം മറ്റാൾ പോവുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നൗബത്തുകളായിട്ട് പോവുക. ബാബു തനാവുബ് ഫിൽ ഇൽമി. ഹദ്ദസന അബുൽ യമാൻ അഖ്ബറന ശുഐബുൻ അൻ സുഹരി. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തഹവ്വുലുൽ ഇസ്നാദ് സൂചിപ്പിക്കുന്ന ആണ്. ഖാല അബു അബ്ദില്ല വഖാല ഇബ്നു വഹ്ബിൻ അഖ്ബറന യൂനുസ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഖാല ഇബ്നു വഹ്ബിൻ അഖ്ബറന യൂനുസ് അൻ ഇബ്നു ശിഹാബിൻ
عن عبيد الله بن عبد الله بن أبي ثور عن عبد الله بن عباس عن عمر رضي الله عنهم جميعا قال كنت أنا وجار لي من الأنصار قال كنت أنا وجار لي من الأنصار في بني أمية بن زيد وهي من عوالي المدينة ഞാനും എൻ്റെ ഒരു ജാറും മിനൽ അൻസാർ. റസൂൽ അങ്ങനെയായിരുന്നല്ലോ മുആഖാത്ത്. ഹിജ്റ വന്ന സമയത്ത് ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരികളുടെ കൂട്ടത്തിൽ ഒരാളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ. കുന്തു അന വജാറുൻ ലി മിനൽ അൻസാർ ഫി ബനി ഉമയ്യത്ത് ബിൻ സെയ്ദ്. ഞങ്ങൾ ബനു ഉമയ്യത്ത് ബിൻ സെയ്ദിലായിരുന്നു. വഹിയ മിൻ അവാലിൽ മദീന, ഉയർന്ന മദീനയുടെ ഉയർന്ന ഭാഗങ്ങളിൽ ആണ് അവർ. വകുന്ന നതനാവബുൻ നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ അടുത്തൊക്കെ ഞങ്ങൾ നൗബത്തുകളായിട്ടാണ് പോയിരുന്നത്. യൻസിലു യൗമൻ വ അൻസിലു യൗമ. ഒരു ദിവസം അദ്ദേഹം പോകും, മറ്റൊരു ദിവസം ഞാൻ പോകും. അങ്ങനെ ഫൈദ നസൽതു ജിഅ്തുഹു ബിഖബരി ദാലിക്കൽ യൗം മിനൽ വഹി വഗൈരിഹി. ഞാൻ പോകുമ്പോൾ ഞാനാണ് ആ കാര്യങ്ങൾ വന്ന് മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുക. വൈദ നസല ഫഅല മിസ്ല ദാലിക. അതേ രീതി അദ്ദേഹം ചെയ്യും. അദ്ദേഹമാണ് ഇറങ്ങിയതെങ്കിൽ. ഫനസല സാഹിബി അൽ അൻസാരി യൗമ നൗബത്തിഹി ഫദറബ ബാബി ദർബൻ ഷദീദ. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വല്ലാത്ത മുട്ടുവാതില്ലേ, ദർബൻ ഷദീദ. ഫദറബ ബാബി ദർബൻ ഷദീദ ഫഖാല അസമ്മഹു. അദ്ദേഹം അത് ചോദിക്കണമുണ്ട്, അവിടെ ആളുണ്ടോ, മറന്നവരുടെ ഇല്ലേ, അസമ്മഹു. ഫഫസിഅതു എന്ന് ഉമർന്നവർ പറയാം. ഫഖറജതു ഇലൈ ഫഖാല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖദ് ഹദസ അംറുൻ അളീം. ഇവിടെ വളരെ ചുരുക്കിക്കൊണ്ടാണ് ഹദീസ് വരുന്നത്. ഖാല ഫദഖൽതു അലാ ഹഫ്സത. ഉമർ എന്നവർ പറയാം ഫദഖൽതു അലാ ഹഫ്സത, തൻ്റെ മകൾ ഹഫ്സ, ഉമർ എന്നവരുടെ മകൾ ഹഫ്സ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്, നമ്മുടെയൊക്കെ ഉമ്മയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമർ എന്നവരുടെ മകളാണ്. അവരുടെ അടുത്തേക്ക് ചെന്നു. ഫൈദാ ഹിയ തബ്കി, അവർക്കറിയാം. ഫഖുൽതു തല്ലഖകുന്ന റസൂലുള്ളാഹ്. ഒരു മാസം വരില്ല എന്ന് പറഞ്ഞ സംഭവമാണത്. പ്രവാചകരോട് ചില വിഷയത്തിലൊക്കെ തർക്കിക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു നിലപാടെടുക്കാൻ പ്രവാചകർ നിർബന്ധിതരായിരുന്നു. അവർക്ക് കാര്യങ്ങളൊന്നുകൂടെ മനസ്സിലാക്കാൻ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, എല്ലാ സത്യവിശ്വാസികൾക്കുമുള്ള മാതാവ്, എല്ലാ മുഅ്മിൻ സ്ത്രീകൾക്കുമുള്ള മാതൃക, നമുക്കെല്ലാവർക്കും മാതൃക. എന്നാൽ പ്രവാചകരുടെ ഭാര്യമാരെന്ന നിലക്ക് വലിയ അനുഗ്രഹീതരായ ആളുകൾ. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. റസൂൽ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു സംസാരിക്കാൻ. എന്തായാലും ഒരു മാസം വരൂല എന്ന് പറഞ്ഞ ആ സാഹചര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും പേടിച്ചൊരു സമയം. ഫൈദാ ഹിയ തബ്കി ഫഖുൽതു തല്ലഖകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ നിങ്ങളെ തലാക്കല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളെല്ലാവരും തലാക്കല്ലയോ? ഖാലത്ത് ലാ അദ്രി. എന്തേ സംഭവിച്ചു എന്നറിയില്ല എന്നാണ് ഹഫ്സ എന്നവർ. തലാഖ് ചൊല്ലിയോ ഇല്ല എന്നറിയില്ല. സുമ്മ ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ എന്നവർ പറയാം ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു വഅന ഖായിമുൻ. ഇരിക്കാനോ നിന്നില്ല, നിന്നിട്ട് തന്നെ ചോദിച്ചു. വലിയ ബേജാറുള്ള കാര്യമല്ലേ, പ്രത്യേകിച്ച് ഇത് മകൾ വരെ ഉള്ളതല്ലേ, മകളുടെ വിഷയം. അങ്ങനെ പ്രവാചകർ തലാഖല്ലെന്നൊരു സാഹചര്യം മകൾക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. തൊല്ലഖ്ത നിസാഅക എന്നാണ് ചോദിച്ചത്. തൊല്ലഖ്ത നിസാഅക, പ്രവാചകരെ തൊലാഖല്ലയോ ഭാര്യമാരൊക്കെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഫഖുൽതു അല്ലാഹു അക്ബർ, സന്തോഷം കൊണ്ടേ അങ്ങനെ പറഞ്ഞു എന്ന്. ഉമർ എന്നവരുടെ ഈ കൂടെയുള്ള അൻസാരി ഔസ് ബിൻ ഖൗല എന്നവരാണെന്നാണ്. അത് വേറെ ഇബ്രാഹിം ഇത്ബാൻ ബിൻ മാലിക്കാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ലൈഫാണെന്ന് ഫത്ഹുൽ ബാരി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഔസ് ബിൻ ഖൗലയാണത് എന്നാണ് പിന്നീട് തർജീഹ് ചെയ്യുന്നത്. ബാബുൽ ഗളബി ഫിൽ മൗഇദത്തി വത്തഅലീം ഇദാ റഅ മാ യക്റഹ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴും ഉപദേശം നൽകുമ്പോഴൊക്കെ ഗളബ് വരാം. ഇദാ റഅ മാ യക്റഹ്, ആ സന്ദർഭത്തിൽ. ഇത് സംബന്ധമായ ഹദീസ് കൊണ്ടുവരുന്ന ബാബാണ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ കസീർ قال أخبرنا سفيان عن ابن أبي خالد عن قيس بن أبي حازم عن أبي مسعود الأنصاري رضي الله عنهم جميعا قال رجل يا رسول الله لا أكاد أدرك الصلاة مما يطول بنا فلان. ഇന്നയാൾ വല്ലാതെ ദീർഘിച്ച് ഇമാമ നിസ്കരിച്ചതുകൊണ്ട് എനിക്ക് പലപ്പോഴും നിസ്കാരം കിട്ടൂല എന്ന് പറഞ്ഞാൽ കൂടാൻ പറ്റൂല. കാരണം ക്ഷീണിച്ച് ഉള്ള നേരാണ് ദീർഘമായി നിസ്കരിക്കുന്ന ഇമാമ് എന്ന്.
ഇത് ആരെക്കുറിച്ചായിരിക്കും പരാതി എന്നറിയില്ല. എന്തായാലും മുആദ് എന്നവരാകാനും ഉബയ്യ് ഇബ്നു കഅബ് എന്നവരാകാനുള്ള സാധ്യത ശുറാഹ് പറയുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ വളരെ പ്രമുഖരായ സഹാബിയാണ്. മുആദ് ഇബ്നു ജബൽ എന്നവർ വളരെ പ്രമുഖരായ സഹാബിയാണ്. പ്രവാചകർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബാക്കളാണവർ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ അഹ്ലു ഖുബാഇനെ ഇമാമിൽ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദീർഘമായ സൂറത്ത് ഓതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. അതേപോലെ മറ്റൊരു റിവായത്തിൽ മുആദ് എന്നവർ പ്രവാചകരുടെ കൂടെ ഇശാ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ തൻ്റെ ഖൗമിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ അവരുടെ ഒരു പള്ളി, ഗോത്രത്തിൻ്റെ ആ പള്ളിയിൽ ഇമാം വന്ന് കൊണ്ട് നിസ്കരിക്കുമായിരുന്നു. അങ്ങനെ നീട്ടി ഓതുമായിരുന്നു ഇമാം നിൽക്കുമ്പോൾ എന്നുള്ളത്. ഇങ്ങനെ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രവാചകരോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ ലാഖുസലാതമ്യമായി തുവ്വിൽ ബിന ഫുലാൻ എന്ന് പറഞ്ഞപ്പോൾ റാവി പറയാ, അബൂ മസൂദിൻ അൽ അൻസാരി എന്നിവർ പറയാ, ഫമാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൗഇദത്തിൻ അശദ്ദ ഗദബൻ മിൻ യൗമിദ്. ഫഖാല, പ്രവാചകർ പറഞ്ഞു, പ്രസംഗമാണ് അപ്പോൾ നടക്കുന്നത്, ഉപദേശമാണ്. അയ്യുഹന്നാസ് ഇന്നകും മുനഫിറൂൻ, അല്ലെങ്കിൽ ഇന്ന മിൻകും മുനഫിരീൻ ഫമൻ സല്ല ബിന്നാസി ഫൽയുഖഫിഫ്. ഇമാമ നിസ്കരിക്കുന്ന ആളുകൾ തഖ്ഫീഫ് ചെയ്യണം. ഫഇന്ന ഫീഹിമുൽ മരീദ വദ്ദഈഫ വദൽ ഹാജ. ഒക്കെ ഉണ്ടാകും കൂടെ നിസ്കരിക്കുന്ന മൗമുകളുടെ കൂട്ടത്തിൽ. പല ആവശ്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പല കാര്യങ്ങളുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ഫിഖിലൊക്കെ വളരെ നിശ്ചിത ആളുകൾ മാത്രമേ മൗമിമുകളാവുമ്പോൾ എന്നുള്ള ഹുക്കം വരുന്നത്, അല്ലെങ്കിൽ ദീർഘിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. മൗമൂമുകൾ മഹ്സൂര്യങ്ങളാണെങ്കിൽ അവർ കൃത്യമാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നടക്കാറുള്ളതെന്ന് അവർക്ക് അറിയാലോ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് അവർ വരുള്ളൂ. ഇവിടെ നമ്മുടെ ബാബായിട്ടുള്ള ബന്ധം ഇവിടെ ഒളബ് ഒന്നു എന്നുള്ളത് തന്നെയാണ്. ഒളബ് ഒന്നു എന്ന് മാത്രമല്ല, സഹാബി പറഞ്ഞത് മാ റഅയ്തു നബിയ ഫമാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൗഇദത്തിൻ അശദ്ദ ഗളബൻ മിൻ യൗമിദിൻ എന്ന. حدثنا عبد الله بن محمد قال حدثنا أبو عامر العقدي قال حدثنا سليمان بن بلال المديني عن ربيعة بن أبي عبد الرحمن عن يزيد مولى المنبعث عن زيد بن خالد الجهني رضي الله عنه وعنهم جميعا أن النبي صلى الله عليه وسلم سأله رجل عن اللقطة. പ്രവാചകരോട് ഒരാൾ ലുഖത്തത്തിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ. സാധനങ്ങളാകുമ്പോൾ ലുഖത്തത്ത്, ജീവികളാകുമ്പോൾ ദാല്ലത്ത്. ദല്ലൽ ഇൻസാൻ, ദല്ലൽ ഹൈവാൻ, വഴി വയച്ചു പോകുമ്പോൾ, വഴി അറിയാതെ പോകുമ്പോൾ. ഇവിടെ സഅലഹു റജുലുൻ അനിൽ ലുഖത്തത്തി ഫഖാല യഅരിഫ് വികാഅഹ ഔ ഖാല വിആഅഹ. യഅരിഫ് വികാഅഹ, അത് കെട്ടാൻ ഉപയോഗിക്കുന്ന കയറൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അതിൻ്റെതാണെന്ന് പറഞ്ഞ് വരുമ്പോൾ അവനോട് തെളിവ് ചോദിക്കാനും അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളത് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ പ്രവാചകർ ഉപയോഗിച്ച വാക്ക് വികാഅഹ എന്നാണോ വ്യാഅഹ എന്നാണോ എന്നുള്ളതിൽ സംശയം വന്നതാണ്. വ്യാഗ് എന്ന് പറയുമ്പോൾ അത് ഇട്ട് വെക്കേണ്ട അതിൻ്റെ പാത്രം, അതിൻ്റെ പാത്രത്തോട് കൂടെ കിട്ടുമ്പോൾ ആ പാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വഇസാഫഹ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇവിടെ റസൂല് യഅരിഫ് വികാഅഹ വഇസാഫഹ, യഅരിഫ് വിആഅഹ വഇസാഫ, ഈ വിആഉം ഇസാഫൊക്കെ ഒരർത്ഥം. അപ്പോൾ യഅരിഫ് വികാഅഹ വഇസാഫഹ സുമ്മ അരിഫഹ സന, ഒരു വർഷം അതിനെ താരീഫ് ചെയ്യുക, ആളുകൾ അറിയിക്കുക. സുമ്മസ്തംതിഅ ബിഹ, പിന്നെ നിനക്ക് ഉപയോഗിക്കാം. ഫഇൻ ജാഅ റബ്ബുഹ ഫഅദ്ദിഹ ഇലൈഹി, പിന്നെ അതിൻ്റെ ഓണർ വരികയാണെങ്കിൽ കൊടുക്കണം. ഖാല ഫദാല്ലത്തുൽ ഇബിൽ, അദ്ദേഹം വീണ്ടും ചോദിച്ചു, ദാല്ലത്തുൽ ഇബിൽ അതിൻ്റെ ഹുക്കം എന്താണ്? ലുഖത്തത്തിൻ്റെ ആണ് ഈ പറഞ്ഞത്, സാധാരണ സാധനങ്ങൾ കളഞ്ഞു കിട്ടുമ്പോൾ. ഇനി ഇബിലിൻ്റെ ദാല്ലത്ത്, വഴി തെറ്റി വന്ന ഇബിലാണെങ്കിൽ എന്ന് അവിടെ ദാല്ലത്ത് എന്നതിനെ ഉപയോഗിച്ച്. ഫഗദിബ, റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. ഹത്തഹ്മറത്ത് വജനത ഔ ഖാല ഇഹ്മറ വജൂഹു, റാവി പറഞ്ഞത് എങ്ങനെയാണെന്നുള്ള ഖിലാഫാണത്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ ലക വലഹ,
معها سقاؤها وحذاؤها تريد الماء وترعى الشجر فذرها حتى يلقاها ربها وما لك ولها معها سقاؤها وحذاؤها. അപ്പം നീ എന്തിനാ ആ കാര്യം നോക്കുന്നത് എന്നാണ് പ്രവാചകർ ചോദിക്കണത്. ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ജീവിക്കാൻ കഴിയും. മാഹാ സിഖാവുഹ വഹിദാവുഹ, വെള്ളം ശേഖരിക്കാനുള്ള അതിൻ്റെ വയറ്റിലെ സംവിധാനമാണ് ഇവിടെ സിഖാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം കുടിച്ച് ദിവസങ്ങളോളം ആ വെള്ളം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ അവർക്ക് കഴിയും. ഹിദാഗുഹ എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് എത്ര യാത്ര ചെയ്യാനും പറ്റുന്ന നല്ല കുളമ്പുകൾ അല്ലാഹു അതിന് നൽകിയിട്ടുണ്ടല്ലോ. തരീദുൽ മാ അവതർ അഷജർ, അത് വെള്ളമുള്ളിടത്തേക്ക് പോയി വെള്ളം കുടിച്ചോളും. അത് പുല്ല് പുഷ്പങ്ങളൊക്കെ ഉള്ളയിടത്ത് പോയിട്ട് അതിന് വേണ്ടത് മീൻ തിന്നോളും. ഫദർഹ ഹത്ത യൽഖാഹ റബ്ബുഹ ഖാല. അപ്പോൾ വീണ്ടും ചോദിച്ച ആൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ഫദാലത്തുൽ ഗനം, ആടാണെങ്കിലോ, വഴി തെറ്റി വന്ന ആട്ടിൻകുട്ടിയാണെങ്കിൽ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലക ഔ ലി അഖീക ഔ ലി ദീബ്, ഒന്നുകിൽ നിനക്ക് അല്ലെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥനായ നിൻ്റെ സഹോദരനാണ്, ഔ ലി ദീബ് അല്ലെങ്കിൽ പിന്നെ ചെന്നായും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പം നീ അതിനെ എടുക്കുകയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ താരീഫ് ചെയ്യണം, അറിയിക്കണം, അതിനുള്ള സമയം കാത്തിരിക്കണം എന്നൊക്കെ വരും. അപ്പോൾ ഒന്നുകിൽ നിനക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായി നിൻ്റെ അഹന്, അല്ലെങ്കിൽ നിൻ്റെ മറ്റൊരു സഹോദരൻ്റെ അരികെ ഇത് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനും അതേ ഹുക്മ വരുമല്ലോ. അദ്ദേഹത്തിന് അതിനെ പിടിച്ചു വെക്കാം, എന്നിട്ട് താരീഫ് ചെയ്യാം, അതിൻ്റെ ഒരു വർഷം കാത്തു നിൽക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, എടുക്കുകയാണെങ്കിൽ അത് കാത്തു വെക്കണം, കാത്തു നിൽക്കണം, അതിന് താരീഫ് ചെയ്യണം. വാരിഫ് ഹസന എന്ന് പറഞ്ഞത് അതിൻ്റെ ഉടമസ്ഥൻ വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഈ ഹുക്കുമുകളൊക്കെ അവിടെ ബാധകമാവും. ഇവിടെ റസൂല് രണ്ടിൻ്റെ ഇടയിൽ ഇബിലാവുമ്പോഴും വനമാകുമ്പോഴും വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇബിലാവുമ്പോൾ അതിൻ്റെ പാട്ടിന് നടക്കാൻ സാധിക്കും, വനമാകുമ്പോൾ അങ്ങനെയല്ല. حدثنا محمد بن العلاء قال حدثنا أبو أسامة عن بريد عن أبي بردة عن أبي موسى رضي الله عنه وعنهم جميعا قال سئل النبي صلى الله عليه وسلم عن أشياء كرهها. പ്രവാചകരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച പ്രവാചകർ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചത് പ്രവാചകർക്ക് വെറുപ്പായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകരോട് ചോദിച്ചു. അത് നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെയാണത്. ഇപ്പോൾ എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞൊരു ദിവസം എനിക്ക് സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ ഫലം ഓ കിസിറ അലിഹി ഓ ദിബ, വല്ലാതെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. കാരണം ചോദ്യമൊന്നും ഒരു കൃത്യമായ ചോദ്യമായിരുന്നില്ല. പല ആളുകൾക്കും അവരുടെ വാപ്പാരാന്നൊക്കെ സംശയമായിരുന്നു. ഈ സംശയങ്ങളൊക്കെയാണ് അവിടെ തീർക്കാൻ നിന്നത്. ഫലം ഓ കിസിറ അലിഹി ഓ ദിബ സുമ്മ ഖാല ലിന്നാസ് സലൂനി അമ്മാ ശിഅ്തും ഖാല റജുലുൻ മൻ അബി, ആരെൻ്റെ വാപ്പാൻ, ഖാല അബൂക ഹുദാഫ ഫഖാമ ആഖറു ഫഖാല മൻ നബി യാ റസൂലല്ലാഹ് ഫഖാല അബൂക സാലിമുൻ മൗല ഷൈബത. അപ്പോൾ ഇവിടെയൊക്കെ സ്വന്തം ഉമ്മയൊക്കെ പരസ്യമായിട്ട് വഷളാകുന്ന രീതിയിലുള്ള ചോദ്യമാണ് വന്നത്. അവർക്കൊരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ പ്രവാചകരുടെ മുമ്പുള്ള ഒരു സാഹചര്യം. ഫലമ്മ റഅ ഉമറു മാ ഫി വജീഹി, പ്രവാചകരുടെ മുഖത്തുള്ള ദേഷ്യം ഉമർ എന്നവരെ ശ്രദ്ധിച്ചപ്പോൾ ഖാല യാ റസൂലല്ലാഹ് ഇന്നാ നതൂബു ഇലല്ലാഹി അസ്സ വജൽ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു, അത് മുഖത്ത് കണ്ടു. അങ്ങനെയൊക്കെ ദേഷ്യം വരാം ആളുകൾ ചോദിക്കുമ്പോൾ. ചോദ്യം അതിൻ്റെ രീതിയിലല്ലെങ്കിൽ, അത് ചോദിക്കേണ്ട കാര്യങ്ങളല്ല ചോദിക്കുന്നതെങ്കിൽ. അതാണ് ബാബുമായിട്ടുള്ള ബന്ധം ഹദീസിന്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.